ഹലോ എല്ലാ കൂട്ടുകാർക്കും അയാൻസ് വേൾഡിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു സിമ്പിൾ ഊണുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്ന രണ്ട് ഐറ്റം, ഒരു ചീരത്തോരനും ഒരു കോവയ്ക്ക മെഴുക്ക് പുരട്ടിയും. ഇത് രണ്ടുമാണ് ഞാൻ ഇന്ന് സെറ്റാക്കുന്നത്. അതും ചെറിയ ചെറിയ പൊടിക്കൈയൊക്കെ ഉണ്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും അതുപോലെ തന്നെ ടേസ്റ്റ് കൂട്ടാനും വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ സെറ്റാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കിയിട്ട് വരാവേ. ചീര ഞാൻ ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് 2 ദിവസത്തേക്കുള്ളതാണ്. എനിക്ക് ചീര ഒരുമിച്ച് കിട്ടുമ്പോൾ ഇതുപോലെ ഞാൻ റെഡിയാക്കി വെക്കാറുണ്ട്. ഇതിന്ന് പകുതി ഇന്നത്തേക്ക് എടുത്തിട്ട് ബാക്കി പകുതി നാളത്തേക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാറാണ് പതിവ്. ഇത് കോവയ്ക്ക ഇതുപോലെ നീളത്തിനാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ചീരത്തോരനിലേക്കുള്ള അരപ്പ്, തേങ്ങയിൽ വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളക്, ജീരകം, മഞ്ഞൾപ്പൊടി ഇത്രയിട്ട് ക്രഷ് ചെയ്തെടുത്തത്. ഇത് ചെറിയ ഉള്ളി. ചീരയിൽ ഞാൻ ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നത്. അത് നല്ലൊരു ടേസ്റ്റാണ്, സവാളയെക്കാളും ടേസ്റ്റാണ്. നമുക്ക് ആദ്യം ചീര ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ഞാൻ നന്നായിട്ട് ചതച്ച് വെച്ചിട്ടുള്ളതാണ്. മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കരുത്, അങ്ങനെ എനിക്ക് ഒരുപാട് അങ്ങ് അരഞ്ഞു പോവും. അപ്പോൾ ആ ഒരു ടേസ്റ്റും മാറിപ്പോവും. അതുകൊണ്ട് ക്രഷ് ചെയ്തെടുക്കരുത്. ഇടികല്ലിലോ അമ്മിക്കല്ലിലോ വെച്ചിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇതേ സമയം സാധാരണ ചീരത്തോരൻ വയ്ക്കുമ്പോൾ സവാള അരിഞ്ഞ് ചേർക്കാറുണ്ട്. അങ്ങനെയും ചേർക്കാം. പക്ഷേ സവാളയെക്കാളും കുറച്ചുകൂടി എനിക്ക് ടേസ്റ്റ് തോന്നിയത് ഇതുപോലെ ചെറിയ ഉള്ളി ചതച്ച് ചേർക്കുമ്പോഴാണ്. ചെറിയ ഉള്ളി ഇതുപോലെ ഒന്ന് കളർ ചേഞ്ച് ആയിട്ട് വരുമ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ചീര ചേർത്ത് കൊടുക്കാം. അരിഞ്ഞ് വെച്ചിട്ടുള്ള ചീര. ആ വെച്ചിട്ടുള്ളതിൽ ഫുള്ള് ഞാൻ ചേർത്തിട്ടില്ല, പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. ബാക്കി പകുതി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിട്ട് നാളെ എടുക്കാനാണ്. ഇനി എത്ര അളവിലാണോ വേണ്ടത് അതത്രയും അങ്ങ് ചേർത്ത് കൊടുത്ത ശേഷം പിന്നെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് അടിയിലുള്ള ആ ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അത് കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ സമയത്തെല്ലാം തീ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചേക്കണം. ഹൈ ഫ്ലെയിമിലായാൽ പെട്ടെന്ന് എല്ലാം അങ്ങ് കരിഞ്ഞു പോവും. ചീര അറിയാലോ, പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണല്ലോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുകയും ചെയ്യും. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇനി ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ആ മൂടി വെക്കുമ്പോൾ ആവിയിലിരുന്ന് പെട്ടെന്ന് റെഡി ആയിക്കോളും. ഇപ്പോൾ കുറച്ചും കൂടിയൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. ആ ഉള്ളിയും ചീരയായിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം തേങ്ങ ചേർത്ത് കൊടുത്താൽ മതി. വേണമെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല. ഞാൻ അരപ്പൊക്കെ ചേർത്തതിന് ശേഷം ലാസ്റ്റാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. എങ്ങനെ ആയാലും ഒരു കുഴപ്പമില്ല. ഇതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇനി ആവശ്യത്തിന് തേങ്ങയും കൂടി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. അരപ്പെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മിക്സ് ചെയ്ത് കൊടുക്കരുത്. ഈ അരപ്പിനെ ഒന്ന് ഈ ചീരയുടെയൊക്കെ അടിയിലാക്കി ഇതുപോലെ ഒന്ന് മൂടി വെക്കണം. മൂടി വെച്ച ശേഷം ഒരടപ്പ് വെച്ച് ഒരു 2 മിനിറ്റ് വീണ്ടും ഒന്ന് ആവിയേറ്റി എടുക്കാം. ഇപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെയാണ്, അത് മറന്നുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ വെക്കുകയേ വേണ്ട. ചീരയൊക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിരുന്നെടുത്താൽ മതിയേ. ഇനി മൂടിയൊക്കെ തുറന്നു കൊടുത്ത ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇനി എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. അരപ്പും ഉള്ളിയും ചീരയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ ഈസി ആയിട്ടുള്ള ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതങ്ങ് മാറ്റി വെച്ചിട്ട് നമുക്ക് അടുത്ത പണി നോക്കാം. അടുത്തത് കോവയ്ക്കാണ് റെഡിയാക്കി വെച്ചിട്ടുള്ളത്. ഇനി അതൊന്ന് സെറ്റാക്കി എടുക്കാവേ. ചീരത്തോരൻ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർ ഉറപ്പായിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കണം. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് പെട്ടെന്ന് അടുത്തതും കൂടി സെറ്റ് ചെയ്യാം. ഇനി കോവയ്ക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അടുത്തൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ കടുക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കോവയ്ക്ക ചേർത്ത് കൊടുക്കാം. നേരത്തെ ചീരത്തോരനിൽ കറിവേപ്പില ഞാൻ ചേർത്തിട്ടില്ല, അതുകൊണ്ടാണ് കറിവേപ്പിലയുടെ കാര്യം ഞാൻ കാണിക്കാത്തത്. എടുത്തത് കയ്യിലില്ലായിരുന്നു, കറിവേപ്പില കയ്യിലില്ലാത്തത് കൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. അതുപോലെ കോവയ്ക്കയിൽ ഞാൻ കറിവേപ്പില ചേർത്തിട്ടില്ല. അപ്പോൾ കറിവേപ്പില കയ്യിലുള്ളവർ അതും കൂടി ചേർത്ത് കൊടുക്കാവേ. എണ്ണയൊക്കെ ചൂടായി വന്ന് കടുകൊക്കെ പൊട്ടി വന്ന സമയത്ത്
കോവയ്ക്ക് അങ്ങ് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്തെടുക്കാനുള്ളത്. അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ആ ഫ്രൈ ആയിട്ട് വരുന്നത് പോലെ ഒരു ടേസ്റ്റ് കിട്ടും. നമ്മൾ ഒരുപാട് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് അതിൽ ഫ്രൈ ചെയ്തെടുക്കൂലേ, ആ ഒരു ടേസ്റ്റ് തന്നെ ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ കിട്ടും. പിന്നെ ഇതിലേക്ക് സവാള ഒന്നും ചേർക്കണ്ട. കോവയ്ക്ക് ആദ്യമേ അതിൽ അരിഞ്ഞെടുത്ത ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഈ സമയത്തെല്ലാം ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പെട്ടെന്ന് മിക്സ് ആക്കി എടുക്കാം. കരിഞ്ഞു പോകാതെ ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഇതുപോലെ കൈവിടാതെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ക്രിസ്പി ആയി കിട്ടുകയും ചെയ്യും. ഒരുപാടങ്ങ് ക്രിസ്പി ആവും എന്നല്ല, എന്നാലും ഫ്രൈ ചെയ്ത് ആ ഒരു ടേസ്റ്റിൽ കിട്ടുകയും ചെയ്യും. നല്ലൊരു ടേസ്റ്റുമാണ്. അതുപോലെ വേവാതിരിക്കുകയില്ല, നല്ലതുപോലെ വെന്തും കിട്ടും. ഇതുപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ അങ്ങ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ടുള്ളവർ എന്തായാലും കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണേ. ഇതുപോലെ കോവയ്ക്ക് ചെയ്തെടുത്തിട്ട് ലഞ്ച് ബോക്സിലൊക്കെ കുട്ടികൾക്ക് കൊടുത്തു വിടുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. ഉച്ചയ്ക്കൊക്കെ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കുകയും ചെയ്യാമല്ലോ. ഒരുപാട് ഇൻഗ്രീഡിയൻ്റ് ഒന്നും വേണ്ട, ഇതിൽ സവാള ഒന്നും ചേർക്കുകയും വേണ്ട. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ സവാളയും കൂടി ചേർത്താൽ വേറൊരു ടേസ്റ്റാണ്. അതിന് വലിയ ടേസ്റ്റൊന്നും കാണൂല. ഞാൻ 2 രീതിയിൽ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇതാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായത്. അപ്പോൾ നിങ്ങളും ഇതുപോലെ തന്നെ ചെയ്തെടുത്ത് നോക്കണേ. ഇപ്പോൾ ഒരു ഇതൊക്കെ ആയി വന്നിട്ടുണ്ട്. ഒരു 4 മിനിറ്റ് ആയതേ ഉള്ളൂ. 4 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് കോവയ്ക്കൊക്കെ ഒരുവിധം റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വയ്ക്കേണ്ട ആവശ്യമില്ല. മൂടി വെച്ചാൽ ആ ഒരു ഈർപ്പൊക്കെ ഇറങ്ങിയിട്ട് സാധാ മെഴുക്കുവരട്ടി അതുപോലെ അങ്ങായി പോവും. അതുകൊണ്ട് മൂടി വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. ഇത് തുറന്ന് വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കണം. എന്നാലേ ആ ഒരു കറക്റ്റ് ടേസ്റ്റിൽ കിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഊണിന് ഈ കോവയ്ക്കയും ചീരത്തോരനും ചമ്മന്തിയൊക്കെയാണ്. ചമ്മന്തിപ്പൊടി നമ്മുടെ വീട്ടിൻ്റെ അടുത്തൊരമ്മ എന്നും ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരും. ഇതുപോലെ ടിന്നിലാക്കിയിട്ട് ചമ്മന്തിയും അച്ചാറൊക്കെ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ വാങ്ങി വയ്ക്കാറ്. ആ ചമ്മന്തിപ്പൊടിയൊക്കെ വാങ്ങി വെച്ചിട്ട് ഒരുപാട് നാൾ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു 2 ആഴ്ച വരെയൊക്കെ. അതിന് മുമ്പ് തീർന്നു പോവും, അതിൽ കൂടുതലൊക്കെ നിൽക്കും. ഇനി ആ അമ്മയുടെ നിന്ന് ആ ഒരു ട്രിക്കൊക്കെ പഠിച്ചതിന് ശേഷം വീഡിയോ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇനി വരുമ്പോൾ ചോദിച്ചറിഞ്ഞതിന് ശേഷം ആ ഒരു ചമ്മന്തിപ്പൊടിയും ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കോവയ്ക്കെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതും അങ്ങ് ഓഫാക്കി മാറ്റി വയ്ക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങളിലെത്തുകയുള്ളൂ. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ ബാക്കി വന്ന ചീരയും അതുപോലെ തന്നെ നാളത്തേക്കുള്ള അരപ്പുമൊക്കെ സൂക്ഷിച്ച് വയ്ക്കുന്നത്. അരപ്പ് ഇതുപോലെ ഒരു പാത്രത്തിലാക്കി അടച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ ചീരയും ഇതുപോലൊരു കണ്ടെയ്നറിലാക്കി അതും ഭദ്രമാക്കി ഇതുപോലെ അടച്ച് ഫ്രിഡ്ജിലങ്ങ് വയ്ക്കും. ഒരു 2-3 ദിവസമൊക്കെ വെച്ചിരുന്നെടുക്കും. അപ്പോൾ ഇത് രണ്ടും അങ്ങ് സൂക്ഷിച്ച് വെച്ച് ഇതുപോലെ പണി എളുപ്പമാക്കാവുന്നതാണ്.